ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ അവരുടെ ഇവിടെ നിർത്തി തരുമെന്ന് ചോദിച്ചു. ലുലുവിൻ്റെ സൈഡിൽ നിർത്തി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ലുലുവിൽ അവിടെ നിർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിംസിൻ്റെ അവിടെ നിർത്തി തരും, അതൊരു സ്റ്റോപ്പാണല്ലോ, അങ്ങനെ നിർത്തി തരാൻ പറ്റുമോ? അപ്പോഴും പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ലെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യാണ്ട് വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളും എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കായിരുന്നു, വേറെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു രീതിയിലാണ്. അപ്പം നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ട്രിഗർ ആയിട്ട് എന്താണെന്നുള്ളൊരു ഇതിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയാണ് എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ടോയ്ലറ്റ് പോകാനുള്ള എമർജൻസി, ഇതിന് ഒരുപാട് ബാഡായിട്ടുള്ള കമൻസ് വന്നിട്ടുണ്ട്. അപ്പം അത് ഡ്രൈവറോട് നേരിട്ട് പറയുകയാണെങ്കിൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടിരുന്നു. ചെറിയ പ്രയാസമുണ്ട്, ടോയ്ലറ്റ് പോകണമെന്ന് അപ്പോൾ ആ പറഞ്ഞ സംസാരം ഉണ്ടല്ലോ, അത് ആ ഡ്രൈവറോട് പറയുകയാണെങ്കിൽ ഭംഗിയായിട്ട് വണ്ടി അവിടെ നിർത്തിയത്. അപ്പം അതൊന്നും പറഞ്ഞില്ല. ഇവരെന്താ ചെയ്തെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാ ചെയ്ത് ഇതാണ് അവിടെ നടന്നത്. പിന്നെ ഫോൺ എടുത്തിട്ട് വീഡിയോ പകർത്താണ് ഈ സ്ത്രീ പിന്നെ അവിടെ ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതേ, ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് വേറൊരു സ്ത്രീ ഇതുപോലെ നിരപരാധിയായ ഒരാളുടെ വീഡിയോ പകർത്തിയത്. അതിൻ്റെ പേരിൽ അയാൾ ആത്മഹത്യ വരെ ചെയ്തു അല്ലേ. അതും ഇതേ രൂപത്തിൽ ബസ്സിൽ നിന്ന് പകർത്തിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതേപോലെ ഈ സ്ത്രീ ഇവിടെ വീഡിയോ പകർത്തിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കുന്നത് ഇത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു നാടകം എന്നുള്ളതാണ്. നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു. KSRTC-കാർ അവരുടെ സ്റ്റോപ്പുകളിലേ നിർത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റോപ്പിൽ നിർത്താൻ ആവശ്യപ്പെടുന്നു, മറ്റേ സ്റ്റോപ്പിൽ നിർത്താൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് മറ്റേ സ്റ്റോപ്പിൽ നിർത്തിയില്ല എന്ന് കണ്ടപ്പോൾ ഈ സഹോദരി ചെയ്യുന്ന നോക്കാം നിങ്ങൾ. കണ്ടോ അടിച്ചു. വണ്ടി നേരെ അവിടെ സ്റ്റാൻഡിലേക്ക് പോട്ടെ. അവിടെ ബാക്കി പോയി നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിട്ട് തിരക്കും. അപ്പോൾ സ്റ്റോപ്പില്ലാത്ത സ്ഥലങ്ങളിലും നമ്മൾ അതിൻ്റെതായ രീതിയിൽ പറഞ്ഞാൽ ഏത് ബസ്സിലും നിർത്തി തരും. അത്ര വല്ല കൂരന്മാരൊന്നല്ല KSRTC-കാരാവട്ടെ മറ്റുള്ളവരാവട്ടെ. പക്ഷേ ഈ സഹോദരി ചെയ്ത് നമ്മൾ കണ്ടില്ലേ. പിന്നെ ആരെ നിർത്തി കൊടുക്കാം? നിർത്തി കൊടുത്തില്ല. അവർക്ക് ബസ്സിന് ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിർത്താൻ പറ്റുള്ളൂ. അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിനാണ് അവിടെ എന്ത് ചെയ്ത് ഗ്ലാസ് ഉടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും അതിന് പണി കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇവരുടെ ഒരു വിശദീകരണം കണ്ടു, അതൊന്ന് കണ്ടൊക്കെ നമ്മൾ. അപ്പോൾ അവർ വേദനിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്, അതിൻ്റെ പേരിലാണ്. അതുപോലൊരു അവസ്ഥ വേറൊരാൾക്ക് വരരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒരാൾ തെറ്റ് ചെയ്തിട്ട് അത് ഏറ്റു പറയാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ട് അത് ഏറ്റു പറഞ്ഞിട്ടും ഇതുപോലൊരു ബാക്ക്ലാഷ് വരിക എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ മുംതാസും അങ്ങോട്ട് വീഡിയോ എടുക്കുന്നുണ്ട് ജീവനക്കാരുടെയൊക്കെ. അത് പിന്നീട് പുറത്തു വിട്ടോ? ഇല്ല, ഞാൻ വിട്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ വീഡിയോ അവർ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ് സാധനം ക്ലിയർ ചെയ്ത് അപ്പോളജി പറഞ്ഞ് അവരുടെ സൈഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ അവരെയും കുറ്റം പറയല്ല, എന്നെയും ജസ്റ്റിഫൈ ചെയ്യല്ല, പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വീഡിയോ പുറത്തു വിടാൻ പറ്റിയിട്ടില്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് അവൾ ആ വീഡിയോ അവൾക്ക് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവൾക്ക് ആദ്യം റീച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഇവിടെ സംഭവിച്ചപ്പോൾ. എന്തായാലും മറ്റാരോ പകർത്തിയ വീഡിയോ പുറത്തു വന്നു. അതിൻ്റെ പിന്നാലെ ഉള്ള യഥാർത്ഥ മുഖം ബോധ്യപ്പെട്ടു. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുകയാണ്.